എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന പൊതുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ ക്രിസ്തുമസിൻ രാത്രിയിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുകയാണ്. സ്വർഗമഹിമകളെല്ലാം വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ദാസവേഷം കൊണ്ട് കേവലം ഒരു പശുത്തൊട്ടിയിൽ ഭൂജാതം ചെയ്ത് ലോകമാനവ ജനതയുടെ പാപം സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് ലോകമാനവ ജനതയ്ക്ക് രക്ഷ നൽകി അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് വഴി നടത്തിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല നാൾ വിനയത്തോടും താഴ്മയോടും കൂടെ ഞങ്ങൾ ആഘോഷപൂർവ്വം അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധ അവന്റെ കൃപ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ ഇടവകയെ ഇത്രത്തോളം ധന്യമാക്കിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ദേശത്തിൽ ഒരു സാക്ഷ്യം വഹിക്കുക അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ച കൃപകൾക്കായി നമ്മുടെ വാഴ്ത്തുന്നു. അല്പസമയം വചന ചിന്തയ്ക്കായി അടിയൻ തിരുസന്നിധിയിലായിരിക്കുന്നു. ഈ പരിശുദ്ധ ഇടവകയിലായിരിക്കുന്ന പ്രിയജനത്തെയും ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും കൃപയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന വഴി നടത്തണമേ. അവിടുന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമക്കളുടെ ഹൃദയങ്ങളിൽ തിരുപ്പിറവിയെടുക്കുവാൻ അവിടുത്തെ പരിശുദ്ധ ആത്മാവിനാൽ സഹായിക്കണം. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കണമേ. അടിയനെ താഴ്ത്തി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന വഴി നടത്തിയാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദവും സമ്പൽ സമൃദ്ധവുമായ ഒരു ക്രിസ്തുമസ് ആശംസകൾ ഞാൻ നേരുകയാണ്. പ്രിയമുള്ളവരെ, ആനാഗോഡ് ബിഷപ്പ് A.H. ലക്നോയിൽ CSI സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്ര നിമിഷമാണ്. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ഇടവക ബിഷപ്പ് A.H. എന്ന് പറയുന്ന വിദേശ മിഷണറിയാൽ സ്ഥാപിതമായി ഈ ദേശത്തിലെ ഒരു കൂട്ടം ജനം ദൈവത്തെ ആരാധിക്കുവാനായി തെരഞ്ഞെടുത്ത ഈ പുണ്യഭൂമി, ഇവിടെ നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു മതബഹുല സമൂഹത്തിൽ കർത്താവായ യേശുവിന്റെ തിരുപ്പിറവിയുടെ ആ ഒരു അനുഗ്രഹീത അനുഭവം പകരുവാൻ സഭയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി വളരെ നന്ദിയോടുകൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ഇടവക ഇനിയും ഐക്യതയോടുകൂടെ ഒത്തിരി ദൂരം മുമ്പോട്ട് യാത്ര ചെയ്യുവാനുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ജീവിതയാത്രയിൽ പലവിധമാകുന്ന പാളിച്ചകളും കുറവുകളും പലവിധമായിരിക്കുന്ന ബലഹീനതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതിന് ഒരു പക്ഷേങ്കിലും കാരണം നമ്മുടെ ചിന്താഗതികളോ മനോഭാവമോ ദൈവസന്നിധിയിലുള്ള നമ്മുടെ കുറവുകളോ ആണ്. ഇതൊക്കെ നാം അംഗീകരിക്കണം. എന്നാൽ ഒരു പുതിയ ഗുണങ്ങളോടുകൂടെ നാം ഉയർത്തെഴുന്നേൽക്കേണ്ട, ഒരു ക്രിസ്തുമസിന്റെ സന്തോഷത്തിലൂടെ ദൈവത്തെ ആരാധിക്കേണ്ട ആത്മീയ അനുഭവത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കളത്തിക്കോണം പട്ടകുളം വീരണകാവ് എന്ന് പറയുന്ന രാജകീയ തെരുവീതിയിലൂടെ ഈ പരിശുദ്ധ ഇടവകയിലെ ദൈവജനമായിരിക്കുന്ന നാം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ക്രൈസ്തവ സാക്ഷ്യമാണ് ഇന്ന് നിർവഹിച്ചത്. വേദപുസ്തകം ലേവ്യപുസ്തകം പഠിക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം മോശയ്ക്ക് നൽകുന്ന അരുളപ്പാടാണ്
ഉത്സവങ്ങൾ ആചരിക്കണം. പ്രിയമുള്ളവരെ, ഉത്സവങ്ങൾ നാം ആചരിക്കുമ്പോൾ അവിടെ ദൈവനാമമാണ് മഹത്വപ്പെടുന്നത്. പ്രത്യേകിച്ച് ഒരു മതകുല സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം ഉയർത്തിക്കാണിക്കുവാൻ ലഭിക്കുന്ന സന്ദർഭങ്ങൾ അത് നാം പരമാവധി വിനിയോഗിക്കുകയും കർത്താവായ യേശുവിന്റെ നിസ്തുല്യത ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച ലോകമാനവ ജനതയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ അതെ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന കർത്താവായ യേശു, യേശുവിന്റെ ജനനം അത് സ്വകാര്യവൽക്കരിക്കപ്പെടേണ്ട ഒരു സന്തോഷമല്ല. അത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതേ പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന സന്തോഷം ഈ ദേശത്തിൽ ഒരു സാക്ഷ്യമായി അവതരിപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുമസ് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് തന്നെയാണ് അന്ന് മാലാഖമാർ പാടിയത്, ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ യേശുവിന്റെ ജനന ദിവസമായ ക്രിസ്തുമസ്, ഈ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ ലോക ജനത ഒരുങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പരിശുദ്ധ ഇടവകയിലെ സകല കുടുംബങ്ങളും ഒരുങ്ങി കഴിഞ്ഞു. നമ്മുടെ ഈ ഒരുക്കം ദേശത്തിന് ഒരു ക്രൈസ്തവ സാക്ഷ്യമായി പകരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ഇത് എപ്രകാരം സംഭവിച്ചു എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് എന്റെയോ സഭാ കമ്മിറ്റിയുടെയോ ഇവിടത്തെ ജനത്തിന്റെയോ കഴിവല്ല. സർവശക്തനായ ദൈവം, പരിശുദ്ധനായ ദൈവം ജനഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ജനഹൃദയങ്ങളെ ചലിപ്പിച്ചു. നാം എല്ലാവരും ഒരുമനപ്പെട്ടു. ഇന്ന് ഈ ദേശത്തുള്ളവർക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യം, ഈ ഇടവകയിലുള്ള ജനത്തിന്റെ ഐക്യതയും ഈ ഇടവകയിലുള്ള ജനത്തിന്റെ ഒത്തൊരുമയും, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ഒരുമനപ്പെടുവാനായിട്ട് കഴിഞ്ഞാൽ ഇനിയും ഈ ദേശത്തിന് വളർച്ചയുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്ക് വളർച്ചയുണ്ട്, നമ്മുടെ തലമുറകൾക്ക് വളർച്ചയുണ്ട്. എന്നാൽ ആഘോഷങ്ങളിൽ ആരാധനകൾ മകനേൽക്കുവാൻ പാടുള്ളതല്ല. ആഘോഷങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ നാം സമയം കണ്ടെത്തുന്നുവെങ്കിൽ, ദൈവത്തെ മഹത്വീകരിക്കാൻ നാം സമയം കണ്ടെത്തുന്നുവെങ്കിൽ തീർച്ചയായും ദൈവനാമം മഹത്വപ്പെടും. അതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ പ്രതീക്ഷയ്ക്കും പ്രത്യാശയ്ക്കും അനുസരണമായി ഇതാ ക്രിസ്തുമസിന്റെ അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്താണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം, എന്താണ് ക്രിസ്തുമസ്? മനുഷ്യന്റെ സങ്കല്പത്തിൽ അഥവാ മനുഷ്യന്റെ ഭാവനയിൽ മാത്രം ഒതുങ്ങി നിന്ന ദൈവം മാനവ ചരിത്രത്തിൽ പ്രവേശിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ഒരു നിസ്തുല സംഭവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. നാം മനസ്സിലാക്കുക, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട രൂപങ്ങൾ അവതാരങ്ങളായിട്ട് എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനും അപ്പുറമായി ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലായി, ലോകത്തിന്റെ വെളിച്ചമായി, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഈ ഭൂമിയിൽ അവതരിച്ച ദൈവത്തിന്റെ അവതാരമാണ് കർത്താവായ യേശു എന്ന് പറയുന്നത്. കർത്താവായ യേശുവിന്റെ നിസ്തുലത, പ്രിയമുള്ളവരെ, മറ്റൊരു അവതാരങ്ങൾക്കും അവകാശപ്പെടുവാനായിട്ട് കഴിയുന്നതല്ല. അതെ, ചില ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുവാനായി ചില അവതാരങ്ങൾ ഈ ഭൂമിയിൽ അവതരിച്ചു. അത് നമുക്ക് വിസ്തരിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമല്ല.
അംഗീകരിക്കേണ്ടതായ അനുഭവങ്ങളാണ്. അതിനോടൊപ്പം അതിനേക്കാൾ അപ്പുറമായി ലോകത്തിന്റെ രക്ഷയ്ക്കായി ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശുവിന്റെ തിരുപ്പിറവി അഥവാ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച സുദിനമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. അതായത് മനുഷ്യപുത്രനായിരിക്കുന്ന നമ്മെ ദൈവപുത്രനാക്കി തീർക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അതാണ് ക്രിസ്തുമസ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അതേ പ്രിയമുള്ളവരെ, മനുഷ്യപുത്രനായിരിക്കുന്ന നമ്മെ ദൈവപുത്രനാക്കി തീർക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ദൈവം താണിറങ്ങിയ ഒരു സുദിനമാണ്. അഥവാ മനുഷ്യന് അപ്രാപ്യനായ ഒരു ദൈവത്തെ, ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ മനുഷ്യന് പ്രാപ്യമാക്കി കൊടുത്ത, മനുഷ്യനോടുകൂടെ വസിക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഈ ഭൂമിയിൽ ഒരു മഹാബലിയായി തീരുവാൻ, എല്ലാ മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാണ് ഈ ക്രിസ്തുമസിലൂടെ സംജാതമാകുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് കാലസമ്പൂർണതയിൽ കന്യകയിൽ പ്രവർത്തിച്ചു ഒരു പുതിയ സൃഷ്ടിക്ക് ആരംഭം കുറിച്ചു. അതിനെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർന്നു. കർത്താവായ യേശുവിന്റെ തിരുപ്പിറവിയെ കുറിച്ച് നാം ഇവിടെ മനസ്സിലാക്കുമ്പോൾ ലോകമാനവ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യജന്മം എടുത്ത സുദിനമാണ് ക്രിസ്തുമസ്. അപ്പോൾ ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് മഹോന്നതനായ ദൈവം അത് ഉന്നതികൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങി. അപ്പോൾ ഉന്നതനായ ദൈവം സർവമഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് താണിറങ്ങിയെങ്കിൽ ആ കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന നമ്മുടെ മനോഭാവങ്ങൾ എപ്രകാരമായിരിക്കണം? ഇവിടെ ഞാനെന്ന ഭാവത്തോടുകൂടെ തല ഉയർത്തി നിൽക്കുവാൻ നമ്മിലാർക്ക് കഴിയും? പ്രിയമുള്ളവരെ, ഈ ലോക സൃഷ്ടാവായ ദൈവം സ്വർഗമഹിമകൾ വെടിഞ്ഞ് അത് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. ആ യേശുവിനെ നാം ആരാധിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് എങ്കിൽ എത്രത്തോളം നമുക്ക് വിനയപ്പെടുവാനായിട്ട് കഴിയും? ദൈവസന്നിധിയിൽ, സഹോദരന് മുൻപിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ നമുക്ക് ഒരു വിനയത്തിന്റെ ഭാവം ഇന്ന് കൈമോശം വന്നിരിക്കുന്നുവോ? നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഉന്നതികൾ വെടിഞ്ഞ് താഴ്മയുടെ അനുഭവങ്ങളിലേക്ക് കേവലം ഒരു പശുത്തൊട്ടിയിൽ ഭൂജാതം ചെയ്ത യേശുവിനെ ആരാധിക്കുന്ന യേശുവിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. അപ്പോൾ യേശുവിനെ ആരാധിക്കുന്ന നമ്മുടെ ഭാവവും യേശുവിന്റെ ഭാവവും തമ്മിൽ ഒരുമയുടെ, ഐക്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ നാം താഴ്മയുടെ അനുഭവങ്ങളിലേക്ക് താണിറങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ നാം ഇന്ന് ആയിരിക്കുന്ന മൂഢസ്വർഗങ്ങളിൽ നിന്നും ഒരു പക്ഷേയെങ്കിൽ ഞാനെന്ന ഭാവത്തോടുകൂടെ എന്നെ തന്നെ ഉയർത്തി കാണിക്കുവാനുള്ള നമ്മുടെ ചില മനോഭാവങ്ങളിൽ നിന്നും, ചില വ്യഗ്രതകളിൽ നിന്നും നാം താണിറങ്ങി അതേ താഴ്മയുടെ ഭാവം ധരിച്ച ആ പുൽത്തൊട്ടിയിൽ പിറന്ന ആ ഉണ്ണിയേശുവിന്റെ അടുക്കലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഉദ്ദേശം എന്ത് എന്ന് പറയുമ്പോൾ അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്
സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ തിരുപ്പിറവി അത് ക്രിസ്ത്യാനികളുടെ മാത്രം അവകാശമല്ല. ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മൺമറന്നു പോയവരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരും ഇനി ഈ ഭൂമിയിൽ പറക്കേണ്ടവരും ആയ ലോകമാനവ ജനതയുടെ അവകാശമാണ് കർത്താവായ യേശു എന്ന് പറയുന്നത്. ആ യേശുവിന്റെ തിരുപ്പിറവിയിലൂടെ ലോകത്തിന് കൈവന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അവിടെ ദൂതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക, ഇന്ന് ഭയത്തോടു കൂടിയ ഒരു ജീവിതക്രമത്തിലൂടെയാണ് ഞാനും നിങ്ങളും മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. ഇന്നെല്ലാം ഭയത്തിന്റെ നിഴലിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ ഭയം, രോഗങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഭയം, അപകടങ്ങളും അപകട മരണങ്ങളും നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിക്കുമ്പോൾ ഭയം, മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകത കാണുമ്പോൾ ഭയം. ഇങ്ങനെയുള്ള ഭയാശങ്കകൾ നിറഞ്ഞ ഈ ലോകത്ത് ദൈവദൂതന്മാർ കർത്താവായ യേശുവിന്റെ ജനനത്തിൽ ആർത്തത് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നുള്ളതാണ്. ഇപ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? വീണ്ടും ഒരു ക്രിസ്തുമസിന്റെ സന്തോഷത്തിന്റെ പാരമ്പര്യത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഒരു മതബഹുല സമൂഹത്തിലെ ക്രൈസ്തവ സാക്ഷ്യം വളരെ അനുഗ്രഹിത അനുഭവത്തിലൂടെ നിർവഹിച്ച് സായുജ്യരായി നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുമോ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷവും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സമാധാനവും അതാണ് ക്രിസ്തു വിഭാവനം ചെയ്തത്. യേശുവിന്റെ ജനനത്തിൽ സമാധാന പ്രഭു എന്നാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ദൈവാലയത്തിൽ, നമ്മുടെ ദേശത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും നാം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിലായും കൊള്ളട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലായും കൊള്ളട്ടെ, നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലായും കൊള്ളട്ടെ, ഇതിനേറെ പറയുന്നു നമ്മുടെ പരിശുദ്ധാലയത്തിന്റെ ശുശ്രൂഷകളിലായും കൊള്ളട്ടെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്നു സമാധാനത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ ഈ സമാധാനം അന്യം നിൽക്കുകയാണോ? യേശു പറഞ്ഞത് എന്താണ്? പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ ഈ ജനന മഹോത്സവത്തിൽ യേശു പറഞ്ഞ ഒരു സന്ദേശമെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ നമുക്ക് എഴുതുവാനായിട്ട് കഴിയണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് മാലാഖമാർ അർത്ഥമെങ്കിൽ ആ യേശുവിന്റെ തിരുപ്പിറവി നാം ആഘോഷിക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ സമയമാണ്. പ്രിയമുള്ളവരെ, ഇതൊരു തിരിഞ്ഞു നോട്ടത്തിന്റെ സമയമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മുടെ ചെറിയ ചെറിയ ഭവനങ്ങളിൽ സമാധാനത്തിന്റെ ദൂത് പകരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ദൈവാലയത്തിൽ നമ്മുടെ സഹോദരനോട്, സഹവിശ്വാസിയോട് മുഖത്ത് നോക്കി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ സംസാരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? യേശു പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവത്തിന്റെ തിരുപ്പിറവി ആഘോഷമയമായി മാറ്റുവാൻ നാം ദൈവസ്ഥലം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അസ്വസ്ഥതകളും താങ്ങാനാവാത്ത സംഘർഷങ്ങളും വേദനകളും കൊണ്ട് നിറഞ്ഞതായ സാഹചര്യങ്ങൾ
പ്രിയമുള്ളവരെ, ഇന്ന് സമാധാനമില്ലായ്മ നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ ഇടവകയിലോ നമ്മുടെ ദേശങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇത് ആരിൽ നിന്നാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇന്ന് പലപ്പോഴും നാം എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. എന്നാൽ സമാധാനത്തോടെ സംസാരിക്കുവാൻ ഈ പറയുന്ന എനിക്കടക്കം ഇത് കഴിയുന്നില്ല. യേശു പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണോ എന്ന ഒരു ചോദ്യം നമ്മുടെ ആലയത്തിന്റെ ശുശ്രൂഷകളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് അനുഗ്രഹീതമായ ഒരു ഉത്തരം നൽകുവാൻ അത് ശക്തമായ ഒരു ചിന്തയാണ്. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് അപ്പുറം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തപ്പോൾ റോമ ഗവൺമെന്റിന്റെ അടിമത്വത്തിൽ നരകയാതന അനുഭവിച്ചിരുന്ന ഇസ്രായേൽ ജനം വളരെ അടിമത്വവും വേദനയും നിറഞ്ഞ ഒരു സാഹചര്യം. അവിടെയാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി യേശു തിരുപ്പിറവിയെടുത്തത്. ഈ ക്രിസ്തുമസിൻ നാളിൽ അതേ യേശു തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ ഇടവകയിൽ ജനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ദേശത്തിൽ കർത്താവായ യേശു തിരുപ്പിറവിയെടുക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സർവ്വജനത്തിനും സമാധാനവും സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷവുമാണ്. ഈ ഒരു അനുഭവം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ആരാധനയിലൂടെ നാം ദൈവത്തിന് നന്ദി കരേറ്റി നമ്മുടെ ഹൃദയത്തിൽ ഞാനെന്ന ഭാവമെല്ലാം മാറ്റിവെച്ച് കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് വീണ്ടും ജനിക്കുന്നതായ ഒരു സുദിനമായിരിക്കണം. പ്രിയമുള്ളവരെ, മനുഷ്യന് നിത്യമായ സമാധാനവും സന്തോഷവും ലഭ്യമാക്കുവാൻ, സ്വർഗീയ വാസത്തിന് അവനെ ഓഹരിക്കാരനാക്കി തീർക്കുവാനും, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അത് അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് ഒരു പ്രയോജനവുമില്ല എന്ന് നമ്മെ പഠിപ്പിച്ച് നമ്മുടെ ശാരീരികമായ രക്ഷ മാത്രമല്ല ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചവരാണ് കർത്താവായ യേശു. ആ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് ജനിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കണമേ. ആരോ ഒരാൾ പിറവിയെടുത്തിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ ഹൃദയങ്ങളിൽ പിറവിയെടുത്തത് ഞാനെന്ന ചില ചിന്തകളായിരിക്കാം. ചിലരുടെ മനസ്സുകളിലൊക്കെ ഇന്ന് ഞാനെന്നൊരു ചിന്ത വളർന്നിരിക്കും. ഞാൻ പ്രവർത്തിച്ചു, ഞാൻ ചെയ്തു. പ്രിയമുള്ളവരെ, അത് പരാജയത്തിന്റെ ആദ്യ ചവിട്ടുപടിയായിരിക്കും. എന്നാൽ എന്റെ ഹൃദയത്തിൽ യേശുവാണ് ജനിച്ചതെങ്കിൽ ഞാനെന്ന് പറയുവാൻ എനിക്ക് അവകാശമില്ല. അവിടെ യേശു എന്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്. യേശുവിന്റെ ജനനം ലോക മാനവ ജനതയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ്. സ്വയം അതെ ഒരു ദൈവമായി ഉന്നതങ്ങളിൽ വസിക്കുവാനല്ല ക്രിസ്തു ആഗ്രഹിച്ചത്. മനുഷ്യനായി പിറവിയെടുത്ത് ഒരു പുൽത്തൊഴുത്തിൽ പൂജാതം ചെയ്ത ക്രിസ്തു ഞാനെന്ന ഭാവം വെടിഞ്ഞ് ലോക മാനവ ജനതയ്ക്ക് വേണ്ടി തന്നെ യാഗമായി സമർപ്പിക്കുവാൻ ജനിച്ച ദിവസമാണ്. അപ്പൊ ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തിലും ഈ യേശുവിനെ സ്വീകരിക്കണം. യേശുവിനെ പോലെ ഒരു സ്വയത്യാഗത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. ഒന്നാമത് നമ്മുടെ ഭവനത്തിൽ ത്യാഗപൂർണമായ ഒരു ജീവിത ശൈലി വളർത്തിയെടുക്കുക. നമ്മുടെ ദൈവാലയത്തിൽ ഞാനെന്ന് പറഞ്ഞു നിൽക്കുവാനല്ല, ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ എന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെ നാം നിലനിൽക്കുക. ഒരു മതബഹുല സമൂഹത്തിൽ അത് ഞാനെന്ന ഭാവം വെടിഞ്ഞ് യേശുവിനെ പോലെ ത്യാഗത്തിന്റെ സ്വയം ത്യജിക്കുന്ന മറ്റുള്ളവരുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലി നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുമസ് ദിനത്തിൽ സ്വർഗം സന്തോഷിക്കുകയും നമ്മുടെ ജീവിതത്തിന് സമാധാനം കണ്ടെത്തുവാനും കഴിയണമെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഈ യേശു തമ്പുരാൻ ജനിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികളായി അധപ്പതിക്കാതെ ക്രിസ്തുവിനെ ഹൃദയത്തിലേറ്റുന്ന, ക്രിസ്തുവിന്റെ സ്വഭാവം
നമ്മുടെ സ്വഭാവത്തിലൂടെ പ്രകടമാക്കുന്ന, സ്വയം ത്യജിക്കുന്ന, അവരുടെ നന്മ കാണുവാൻ ആഗ്രഹിക്കുന്ന, സഭയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനായി നാം ഇന്ന് രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സം ഞാനെന്ന ഭാവം തന്നെയാണ്. പലപ്പോഴും ഈ ഞാനെന്ന ഭാവം എന്റെ ഹൃദയത്തെ വലിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തെ പുറകിലോട്ട് വലിച്ചിട്ടുണ്ട്, ആലയത്തിൽ നിന്നും പുറകിലോട്ട് വലിച്ചിട്ടുണ്ട്, സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഞാനെന്ന ഭാവം വെടിഞ്ഞ് ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതം ഒരു സ്വയത്യാഗത്തിന്റെ അനുഭവത്തിലേക്ക് നാം നമ്മുടെ ജീവിതങ്ങളെ നയിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് സന്തോഷവും സമാധാനവും പകരുവാനാണ് സർവശക്തനായ യേശു തമ്പുരാൻ തിരുപ്പിറവിയെടുത്തത്. യേശു ഞാനെന്ന ഭാവത്തോടുകൂടെ ആയിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കേണ്ടതില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു തമ്പുരാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് എന്റെയും നിങ്ങളുടെയും ലോകമാനവ ജനതയുടെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മനുഷ്യനായി ജീവിക്കുവാൻ, അത് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, മനുഷ്യനായി ജീവിക്കുവാൻ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറവിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ യേശു സമാധാന പ്രഭുവാണ്, യേശു സന്തോഷം നൽകുന്നവനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും ഇന്ന് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയണം. അപ്പോസ്തലനായ പൗലോസ് സമാധാനത്തിന് നൽകുന്ന ചില അർത്ഥങ്ങളുണ്ട്. അവിടെ പറയുന്നത് നിരപ്പിന്റെ അനുഭവം, വിടവ് നികത്തുന്ന അനുഭവം, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന അനുഭവം. ഇതാണ് സമാധാനത്തിന്റെ അടിസ്ഥാനമായ ചവിട്ടുപടികൾ. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം, ഒരു നിരപ്പിന്റെ അനുഭവങ്ങളിലേക്ക്, അത് സംസാരങ്ങൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നും ഒരു നിരപ്പിന്റെ അനുഭവങ്ങളിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു ജനിക്കണമെങ്കിൽ ഒന്നാമത് നാം ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ മനസ്സുകൾ സഹോദരന്റെ മനസ്സുമായി അകന്നിരിക്കുന്നു. നാം വാക്കുകൾ കൊണ്ട് പലപ്പോഴും സ്തുതികൾ പറയുന്നവരാണ്. എന്നാൽ ഹൃദയത്തിൽ പഴയ ഒരു പഴഞ്ചലുണ്ട്, ഹൃദയത്തിൽ ഭക്തിയും അകത്ത് പുറത്ത് ഭക്തിയും കാണിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നും ഇന്ന് ഒരു നിരപ്പിന്റെ അനുഭവങ്ങളിലേക്ക് നാം പ്രവേശിക്കണം. നമ്മുടെ സഭയിലെ സഹോദരങ്ങൾ തമ്മിൽ, നമ്മുടെ സഹകുടുംബങ്ങൾ തമ്മിൽ, നമ്മുടെ സമൂഹത്തിലെ ഇതര വിശ്വാസികളോടൊക്കെ നാം ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണം. ഉള്ളു തുറന്ന് നമുക്ക് ചിരിക്കുവാനായിട്ട് കഴിയണം. സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നൽകണം. രണ്ടാമത്, വിടവ് നികത്തുന്ന ഒരു അനുഭവം സമാധാനത്തിന്റെ അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ ചവിട്ടുപടിയാണ്. ഇന്ന് പല ഹൃദയങ്ങളും തമ്മിൽ അകന്നിരിക്കുന്ന അനുഭവങ്ങളാണ്. ഞാൻ പല ആൾക്കാരോട് പല കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ചില ഒഴിവ് കഴിവുകൾ പറയാറുണ്ട്. ഈ ഒഴിവ് കഴിവുകൾ പറയുമ്പോഴും അവരുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില വിടവുകൾ, ദൈവാലയവുമായുള്ള ഒരു വിടവ്, സഹോദരനുമായുള്ള ഒരു വിടവ്, സഹവിശ്വാസിയുമായുള്ള ഒരു വിടവ്, ഈ വിടവിനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് അതൊന്നുമല്ല കാരണം സാമ്പത്തിക പ്രശ്നങ്ങളാണ്, മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അവതരിപ്പിക്കുന്ന അത് പൊടുപ്പും തൊങ്ങലിന്റെ മേൽപ്പൊടി ചാർത്തുന്ന അനുഭവങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചില വിടവുകളൊക്കെ നിരപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക് വരികയും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സഭയോട് ചേർന്ന് നിൽക്കുവാനും അകൽച്ചകൾ കുറഞ്ഞ്
നിരപ്പിന്റെ അനുഭവത്തിലേക്ക്, ഹൃദയങ്ങൾ തമ്മിൽ യോജിക്കുന്ന ഒരനുഭവത്തിൽ, ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നും സന്തോഷത്തോടുകൂടെ നമുക്കൊരു ഹാപ്പി ക്രിസ്മസ് പറയുക. അടുത്തിരിക്കുന്ന സഹോദരന്റെ കരം പിടിച്ച്, പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വിടവുകൾ അകറ്റി ഒരു നിരപ്പിന്റെ അനുഭവത്തിലെത്തി ഹൃദയത്തിന്റെ ഉള്ളറയിൽ നിന്നും മുഖത്ത് നോക്കി ചിരിക്കുവാൻ നമുക്ക് കഴിയണം. ചിലർക്ക് ചിരിക്കുവാൻ മറന്നുപോയ ചില വിശ്വാസികൾ നമ്മുടെ ഇടവകയിലുണ്ട്. ഞാൻ പലരോട് പറയാറുണ്ട്, ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കരുത്, ഒന്ന് ചിരിച്ചുകൊണ്ട് നിന്റെ സഹോദരനോടൊന്ന് ഒരു സൗഹാർദ്ദപരമായ ഇടപെടണം. നാം എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ചിരിച്ച മുഖവുമായി, പ്രസന്നതയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ ഈ വിടവ് നികത്തുന്ന അനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയണം. പൗലോസ് പറയുന്നത്, ബന്ധം സ്ഥാപിക്കുന്നതിൽ മാത്രമേ സമാധാനത്തിന്റെ അനുഭവങ്ങൾ പിറവിയെടുക്കൂ. ഇന്ന് ശിഥിലമായിരിക്കുന്ന ബന്ധങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, കുടുംബ ജീവിതങ്ങളിൽ ജീവിത പങ്കാളികൾ അത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല, ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു. മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശിഥിലമായി, വിടവുകൾ വർദ്ധിച്ച് അകന്നു കഴിയുന്നു. അത് സമൂഹത്തിലെ ഇതര വിശ്വാസികളോട് ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ, അവരുമായി നമ്മുടെ സ്നേഹം പങ്കിടുവാൻ, ഒരു ക്രിസ്തുമസിന്റെ സന്തോഷം പങ്കിടുവാൻ നാം ഒന്ന് മറന്നുപോയോ? പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്തുമസ്. ദൈവവും മനുഷ്യനുമായി തകർന്നു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചുവെങ്കിൽ നമുക്ക് തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു അനുഗ്രഹീതമായ ദിവസമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും? എങ്ങനെ അകന്നിരിക്കുന്ന വിടവുകളെ ഒന്ന് നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും? നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ നമുക്ക് ഇങ്ങനെ പുനഃസ്ഥാപിക്കുവാനായിട്ട് കഴിയും. യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുമ്പോൾ, ആ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ തിരുപ്പിറവിയെടുക്കുമ്പോൾ, ഹൃദയത്തെ ഭരിക്കുന്ന തിന്മശക്തികൾ, ഹൃദയത്തെ ഭരിക്കുന്ന ഞാനെന്ന ഭാവം, ഇതെല്ലാം മാറും. അതെ, നമുക്ക് സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിച്ച മുഖത്തോടെ, സന്തോഷത്തോടുകൂടി, ഹൃദയം തുറന്ന് സംസാരിക്കുവാനായിട്ട് കഴിയുകയുള്ളതിനെ അത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. സന്തോഷമുള്ള ഒരു ഹൃദയം, സമാധാനമുള്ള ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നാം ഇങ്ങനെ മസിൽ പിടിച്ച് ടെൻഷനും കയറി ആരെയും മുഖത്ത് നോക്കി ചിരിക്കാതെ, ഹൃദയത്തിന്റെ ഭാരം കൂടി അറ്റാക്കുകളും മറ്റ് രോഗങ്ങളുമായി ഇങ്ങനെ വേദനിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശു സമാധാന പ്രഭു, അത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഈ ക്രിസ്തുമസ് ദിനം ഞാൻ ആശംസിക്കുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം, നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷം. അത് ഹൃദയം തുറന്ന് സംസാരിക്കുവാനും, ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും, സംഭവിച്ചു പോയ വിടവുകളുടെ അകലം കുറച്ച് ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ഒരു ക്രിസ്തുമസ് ആയിരിക്കട്ടെ ഈ ക്രിസ്തുമസ്. ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും വേദനകളോ ഈർഷ്യകളോ ഉണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നാളെ ഡിസംബർ 25 അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഒരു ചെറിയ കേക്കുമായി നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ ജയിക്കുന്നു. നിങ്ങളുടെ സഹോദരന്റെ തല അവിടെ താഴുന്നു. അവിടെ ഒരു നിരപ്പിന്റെ അനുഭവം, ഒരു പാലം പണിയുന്ന അനുഭവം, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന അനുഭവം, ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ 2024 വർഷത്തിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം ഉണ്ടാകട്ടെ. സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ വഴി നടത്തട്ടെ. എല്ലാവർക്കും, ഈ സഭയിൽ ആരാധനയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ദേശത്ത് പാർക്കുന്ന സകല മനുഷ്യർക്കും, എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ദൈവഭക്തരായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും അനുഗ്രഹീതമായ ക്രിസ്തുമസും പുതുവർഷത്തിന്റെ സമൃദ്ധിയും
ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.